നമ്മുടെ മാതൃഭൂമിയുടെ ലേഖകൻ ചേരുകയാണ്, അഹമ്മദാബാദ് ലേഖകൻ. ശ്രീ രതീഷ്, ഇപ്പോൾ അപകടം സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 110 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് 242 പേരിൽ നിരവധി ആളുകളുടെയും ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായ അവസ്ഥയിലേക്കാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തെ സംബന്ധിച്ചൊക്കെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവിടേക്കൊക്കെ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ വലിയ അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നത്? നമുക്കിപ്പോൾ ഞാൻ ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലാണ് നിൽക്കുന്നത്. പോലീസോട് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ഡോക്ടർമാരുടെ സിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സ്, അതൊരു 5 നില കെട്ടിടമാണ്, അതിലേക്കാണ് വീണിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തൊട്ട് അടുത്തുള്ള ആളുകൾ ഇത് കണ്ട് അവിടെ ചെന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തു നിന്നുള്ള മുഴുവൻ ആളുകളെ എവാക്യുവേറ്റ് ചെയ്തു എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഹോസ്റ്റൽ അവിടെ സിവിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് രതീഷ്? ഇപ്പം 110 മരണങ്ങൾ എന്ന് പ്രാദേശിക മാധ്യമങ്ങളും മറ്റൊക്കെ പറയുന്നുണ്ടല്ലോ. സിവിൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ അപകടം നടന്നതിന് അടുത്തുള്ള സ്ഥലത്താണ് ഉള്ളത്. സിവിൽ ഹോസ്പിറ്റലിലൂടെ അടുത്ത് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മേക്കാനി നഗർ എന്ന സ്ഥലത്താണ്. ഇതിനടുത്ത് തന്നെയാണ് സിവിൽ ഹോസ്പിറ്റൽ. ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഞാനിപ്പോൾ സംഭവം നടന്ന സ്ഥലത്തിന് അടുത്താണുള്ളത്. പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ആംബുലൻസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കൃത്യമായി പറയാൻ കഴിയില്ല. ഓക്കെ, ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഉണ്ട്. കാരണം ഇവിടെ ഉള്ള ആളുകൾ കണ്ട ആളുകൾ തൊട്ടടുത്തുള്ള ലക്ഷ്മി നഗർ എന്നൊരു സൊസൈറ്റി ഉണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നത് അതിന് കൂടുതൽ അപകടത്തിനുള്ള സാധ്യത ഉണ്ട്, മരണത്തിനുള്ള സാധ്യത ഉണ്ടെന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്കാണല്ലോ ഇത് വീണത്. അപ്പോൾ അവിടെ തന്നെ എത്ര ആളുകൾ ഉണ്ടായിരുന്നതിന്റെ കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അക്കാര്യത്തിലൊന്നും ഔദ്യോഗികമായിട്ടൊരു വിവരം വന്നിട്ടില്ല. ഇപ്പോൾ പോലീസ്, ആർമി എല്ലാം എത്തി പരമാവധി ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അപകടത്തിൽ ഈ വിമാനം തകർന്ന അല്ലെങ്കിൽ തട്ടിയ ഈ സമീപ പ്രദേശങ്ങളുണ്ടല്ലോ, ജനവാസ മേഖലകൾ, അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അവിടെ പരിക്കേറ്റ ആളുകളുടെയോ? ഡോക്ടർമാരുടെ ഒരു ക്വാർട്ടേഴ്സ് ആണ് അത്. സിവിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിലേക്കാണ് കെട്ടിടത്തിലേക്ക് വീണത്. സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള ആളുകൾക്കും അതിനകത്ത് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ശരി. രതീഷ്, മാതൃഭൂമി ഗുജറാത്ത് ലേഖകനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആ സമീപ പ്രദേശത്ത് ജനവാസ മേഖലയിൽ തട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നു. മുകളിലേക്കാണ് ഈ വിമാനം തകർന്നതിൻ്റെ ഒരു ഭാഗം തകർന്ന് അതിൽ ക്ഷതമേൽപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എത്ര പേർ ആളുകളുണ്ടായിരുന്നു, അവർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ആളുകൾ, അതിൽ 80% ആളുകളെ എത്തിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള, കാരണം വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു പോയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങേയറ്റം എന്താ പറയുക, ഒരു വളരെ ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. 110 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ തോത് ഉയരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എയർ ഇന്ത്യ നൽകിയ പാസഞ്ചേഴ്സ് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ 169 ഇന്ത്യക്കാരുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ വിദേശികളാണ്. 217 മുതിർന്ന പൗരന്മാർ ഉണ്ട്. അതിൽ 11 കുട്ടികളാണ്. 2 നവജാത ശിശുക്കളുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ചോളം ഗുജറാത്തിൽ നിന്ന് ഒരുപാട് പേർ ഈ പറയുന്ന UK-യിലേക്ക് പോയി വരുന്ന ആളുകളാണ്. അതിൽ ബിസിനസ് മാഗ്നറ്റുകൾ ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് പഠിക്കാനും വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ വലിയ ആശങ്കയുണ്ട്. ഇനി പൂർണ്ണമായൊരു ലിസ്റ്റ് ഈ അപകടത്തെക്കുറിച്ച് എന്താണ്, കാരണം എഞ്ചിൻ്റെ തകരാറാണ് ഒരു പക്ഷേ കാരണമെന്ന് അനുമാനിക്കപ്പെടാം എന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. കാലാവസ്ഥ പക്ഷേ ബാധിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായി ഈ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പൈലറ്റുമാരുടെ അവസാനത്തെ ഒരു സന്ദേശം എറ്റിയൂസിലേക്ക് ലഭിക്കുന്നു. അതിനുശേഷം 3 മിനിറ്റോടുകൂടി, 3 അല്ലെങ്കിൽ 5 മാക്സിമം 5 മിനിറ്റിനകം തന്നെ ഈ അപകടം സംഭവിക്കുന്നു. വിമാനം തകർന്നു വീഴുന്നു. ക്ഷണനേരം കൊണ്ട് ഈ അപകടം സംഭവിക്കുന്നു. വളരെ വ്യാപ്തിയുള്ള ഒരു അപകടമായി രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.